അപ്പോൾ ഞാൻ പോത്തുശ്ശേരിയിൽ നിന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ പുതിയ വീട് നമ്മുടെ മുണ്ടൂര് നമുക്ക് പുതിയ വീട് പണിതിട്ടുണ്ടല്ലോ, അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. പിന്നെ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ, പിള്ളേർ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെയല്ല കിടന്നത്, തറവാട്ടിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ അമ്മയുണ്ട്. പിന്നെ ഇവിടുത്തെ വിശേഷം, പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. എല്ലാ വർഷം വരുമ്പോൾ കാണിക്കാറുണ്ട് നമ്മുടെ തോട്ടത്തിൽ. ഈ പ്രാവശ്യം അങ്ങനെ അധികം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്ന സീസൺ അല്ലല്ലോ. പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാ വർഷവും വരുമ്പോൾ കിട്ടാറുണ്ട്, ചുവന്ന പേരയ്ക്ക. അതും എപ്പോഴും പേരയ്ക്ക ഉണ്ട് കേട്ടോ. എനിക്ക് ഏതായാലും പോൾസേട്ടനെ എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം പോൾസേട്ടനാണ്. പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് പോൾസേട്ടന്. അപ്പോൾ ആ പേരമ്മ എപ്പോഴും പേരയ്ക്ക ഉണ്ട്. ഇന്നലെ വന്നപ്പോൾ എനിക്ക് 2 നല്ല പഴുത്ത പേരയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയും അതും ഉണ്ട്. പക്ഷേ ഈ കിളികളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുന്നില്ല. ആ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് കെട്ടി വെക്കും. അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പേരയ്ക്ക കിട്ടുന്നത്. അല്ലെങ്കിൽ പേരയ്ക്കൊന്നും കിട്ടുന്നില്ല. ഇവിടെ ആയിരുന്നാലും നിറച്ച് അണ്ണാനൊക്കെ ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഫ്രൂട്ട്സുകൾ, ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയൂർ ചക്ക ഉണ്ടല്ലോ, എല്ലാ സമയത്തും ഉണ്ടാവുന്നുണ്ട്. അത് ഇവിടെ ഒരു പ്ലാവുണ്ട്, അതുമേ ഉണ്ടായിട്ടില്ല. അവിടെ ബാക്കിലൊരു പ്ലാവുണ്ട്, അതുമേ ഉണ്ടായിട്ടുണ്ട്. അതിന് 2 വലുതായി കിടക്കേണ്ടത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബംബ്ലൂസ് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് ഈ വർഷം ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുമ്മ 2 നന്നായിട്ട് വലുതായി കിടക്കുന്നുണ്ട്. പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്നാണോ. അപ്പോൾ അതൊന്ന് പറിക്കണം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എല്ലാ വർഷവും ഞാൻ വരുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതാണ്, ഒന്നുകൂടിയും കാണിക്കാം. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ ഈ വീട്ടിലാരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഈ വീട്ടിലാരും താമസിക്കുന്നില്ല, വീട് കൂട്ടിയിട്ടാണ്. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് തുടക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊടിയൊന്നും പിടിക്കാണ്ട് കിടക്കുന്നുണ്ടാകുന്നാലും നമ്മൾ ആൾ താമസമൊക്കെ ഉണ്ടെങ്കിൽ ആണല്ലോ വീട്. ഇപ്പോൾ എത്ര തുടച്ചിട്ടാലും വീടൊക്കെ അടച്ചിടുമ്പോൾ നമ്മൾ താമസിക്കുന്ന അത്രയ്ക്ക് ഒരു ഇത് വരില്ലല്ലോ. എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് വീടൊക്കെ പൊടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട്. പിന്നെ ഇടയ്ക്ക് അമ്മ ആരെങ്കിലൊക്കെ വന്നിട്ട് ജനലൊക്കെ തുറന്നിടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീടങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2 പ്രാവശ്യം ഞാൻ വന്നിട്ടും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ 10 ദിവസത്തേക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ഞാൻ അലീനയും കൂടിയിട്ട് വന്നു. പിന്നെ അത് പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ഞാനും നീനയും കൂടിയിട്ട് വന്നു. അത് പിന്നെ വളരെ കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ടായില്ലോ. കഴിഞ്ഞ മാർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് നമ്മൾ വന്നിട്ട് അപ്പോൾ തന്നെ പോയി നിൽക്കാന്ന് വെച്ചിട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ തറവാട് അടുത്തായതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും അടുക്കളയിൽ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പിന്നെ വേറെ ഞാനിവിടുന്ന് 2 ദിവസം നിൽക്കുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകും, പോച്ചിരിക്കും. ഇതാട്ടോ മറ്റേ പീനട്ട് ഫ്രൂട്ട് ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നു ഇപ്പോൾ പച്ചയായിരുന്നു. അപ്പോൾ അത് കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഞാനിന്നല്ലേ മതിലിനോട് ചേർന്നിട്ട് പടിയിലോട് പൊട്ടിക്കണം. അത് നെറ്റുണ്ടല്ലോ,
ഒന്ന് ഞെക്കട്ടല്ലോ. അപ്പൊ നമ്മളതാ പീനട്ട് ഫ്രൂട്ട് ഉണ്ടല്ലോ കൊറേ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തോട്ടമൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇവിടെ കുറെ പറിച്ച് വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞത് ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞത് അല്ലേ. ആ ഒറ്റ പ്രാവശ്യം വരുമ്പോ ഞങ്ങക്ക് ഇങ്ങനെ പഴുത്ത് കിട്ടാറില്ല. ഇതൊന്നും കൂടി പഴുക്കില്ലേ ചേട്ടാ? ഇതായിട്ടില്ല അല്ലേ? ഓ പഴുക്കുമ്പോ ഞങ്ങോ ഇത് ഇങ്ങനെ കഴിയുമ്പോ ഒട്ടി പിടിച്ച് പോരും. അങ്ങനത്തെ നല്ല പഴുത്ത ഇതൊക്കെ പഴുത്ത് വരുന്നുള്ളൂ. പഴുത്ത് വരുന്നുള്ളൂ. ഈ കാര്യം പിടിക്കുക. ആ ഒരു കൊല തന്നെ ഞാൻ പൊട്ടിച്ചേരാൻ പിടിക്കുക. അത് നല്ല വലുപ്പമുള്ള കാര്യം. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും വീടുകളിൽ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങൾ പറയണ്ടായിരുന്നു. ഇതിന്റെ പച്ച വെച്ചിട്ട് അച്ചാറൊക്കെ ഇടാന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പഴുത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ഈ ചേട്ടൻ വന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാകും. അപ്പൊ ഇത് ഈ നമ്മൾ പഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിങ്ങനെ കുറെ മതലിന്റെ പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ പറയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പോകുമ്പോ പുറത്താണല്ലോ നിൽക്കുന്നത്. പിള്ളേർക്ക് പിന്നെ നല്ല ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് പിന്നെ പച്ചയൊക്കെ ആയിരുന്നാലും അധികം മധുരം ഒന്നുമില്ലെങ്കിൽ അവർ പറിച്ച് കഴിക്കും. ആ പിള്ളേർ ഇങ്ങനെ കുറെ പറിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞത്. നീ അവിടെ ഉണ്ട് പറിച്ചിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ടാ ചേട്ടൻ പറക്കിട്ടെ. പിന്നെ ഇവിടെ വേറെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടാ സമയത്തൊന്നും കാണാല്ലോ. വേറെന്താ? ഡിക്കിയാ? ജിക്കി ജിക്കി അവരുടെ പേരല്ല. ഇതിവിടെ ഞാൻ തറവാട്ടിൽ വന്നേക്കുന്ന കേട്ടോ. ഇവിടെ ഒരു പട്ടിയുണ്ട്. ഇവിടെ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്ന ചേട്ടനായിട്ട്. ചേട്ടൻ എല്ലാ ദിവസവും കൊണ്ടുവന്നിട്ട് 2 മുട്ട കൊടുക്കത്രേ. മുട്ട മാത്രമല്ല കുറെ സാധനങ്ങൾ പപ്സ് പിന്നെ എന്തൊക്കെയാ കൊടുക്കണെന്താ കുറെ. ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പട്ടീനെ. ഇന്ന് മുട്ട കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മുട്ട എപ്പോഴും കൊണ്ട് തന്നെ വൈകുന്നേരം. പിന്നെ വേറെ എന്തൊക്കെയാ കൊണ്ടുവല്ലോ? പപ്സാ? ഏത് ഫ്രഷ് മുട്ട കൊടുക്കണോന്ന്? ചേട്ടൻ ഇവിടെ മുട്ട പുഴുങ്ങിയതിരിക്കണ്ടെന്ന് പറയണ. ഫ്രഷ് മുട്ട കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതെ ചേട്ടൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ചൂട് മുട്ട. ഇതെന്ത് പട്ടിയാമ്മ? നായ പട്ടിന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങളതിനാ? പെണ്ണിനെ പട്ടിന്ന് പറയും, ആണിനെ നായാന്ന് പറയും. ഓക്കെ. ഞങ്ങളിവിടെ എല്ലാത്തിനും പട്ടിന്ന് തന്നെ പറയുന്നത്. ആ നായാന്ന് പറയുന്നത് എന്തിന്? ആണിന്. ഇത് പട്ടിയാ? നായനെ തുടയ്ക്കാൻ വേണ്ടിട്ട് ഇതാ അവിടെ ചേട്ടൻ തുണി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു തുണി എന്റെ എന്തോ ഒരു ഡ്രസ്സിന്റെ ഉള്ളോ പണ്ടത്തെ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഉള്ളതാ ആ ബ്ലാക്ക്. കിടക്കുന്നത് ചുരിദാറിന്റെ ആണ്. തലോണയുടെ കവറല്ല അത്. എന്റെ എന്തോ ഒരു ഉടുപ്പായിരുന്നു പണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ അതേ മട്ട കൊടുക്കണേ. ഓ കരിക്കുമ്പോ കരിക്കില്ല അല്ലേ? ഒറ്റ കരിക്കൂലേ? അല്ല തെങ്ങിന് വില കേട് വന്നിണ്ടാ? നമ്മുടെ മുരിങ്ങയുടെ കൊമ്പ് വെട്ടിയിട്ടുണ്ട്. ഇവിടെ കൊറേ മുരിങ്ങ ഉണ്ടാവും. അവിടെ വലിയൊരു മുരിങ്ങയുണ്ട്. ഞങ്ങളുടെ പോച്ചേരിലെ മണ്ണിൽ അങ്ങനെ അവിടെ മുരിങ്ങ നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷെ അവിടെ മുരിങ്ങ അങ്ങനെ ഉണ്ടായിട്ടൊന്നും അവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ മണ്ണിന്റെ പ്രത്യേകതയാന്ന് തോന്നണം. ഇവിടെ നന്നായിട്ട് മുരിങ്ങ ഉണ്ടാവും. ഇത് പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല. എനിക്ക് അവിടെ മുരിങ്ങയൊക്കെ പെട്ടെന്ന് വലുതാവും തോന്നുന്നു. അങ്ങനെ നമുക്ക് മുരിങ്ങയുടെ കുറെ ഇല കിട്ടിയിട്ടുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒന്നുമേ പിന്നെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നണം പിന്നെ വേറെ ഒന്നുമേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഫ്രൂട്ട്സുകൾ പഴങ്ങളൊന്നും ഉണ്ടാവുന്ന സമയമല്ലല്ലോ. ഇപ്പൊ വരുമ്പോഴും നമ്മള് നാരങ്ങ പിന്നെ ഈ പേരയ്ക്ക് നമുക്ക് എല്ലാ ഭക്ഷണവും. പിന്നെ ഇവിടെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്. അമ്മ ഉണ്ടായിട്ടില്ല. ബ്ലാക്കിലെ ഒരു പ്ലാവ് ഉണ്ടാകും. കുറെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു കരിക്ക് പറ്റുന്നത്. പക്ഷെ അന്ന് പോയി നോട്ടേടാ കരിക്കുണ്ടോട്ടെ. അല്ലെ നീച്ച് പിടിച്ചോ. ഞാൻ നടന്നു പിടിച്ചതാ. ഇതാ കരിക്കുണ്ടായിണ്ടാ? പുതിയതുണ്ടായിട്ടുണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഈ കോഞ്ഞാട്ടേക്ക് വന്നപ്പോക്കെ വെട്ടി വലിച്ചു കളഞ്ഞ്. രണ്ടു തേങ്ങ ഉണ്ടായിട്ടില്ല. അതൊക്കെ മൂത്തതാ? അതൊക്കെ മൂത്തതാ.
കുഞ്ഞിനുണ്ടായി വരുന്നത് അത് പാകമായിട്ടില്ലല്ലേ? അതൊന്നും അതിന്റെ വരും. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നല്ലമാരുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതും ഉണ്ടാവാറുണ്ടോ? പിന്നെ ഇതുവരെ കായ ചെറുതുണ്ടാവും ഒഴിഞ്ഞു പോകും. ഇത് സപ്പോർട്ടല്ലേ? ഇതുമേ ഉണ്ട് നിറച്ച് പുളിയുറുമ്പാ. ഇതുമേ ചെറിയ കായ ഉണ്ടാവും, വലുതാവണില്ല. അത് എന്താ പ്രായമാവണേ എന്താന്ന് മനസ്സിലാവണില്ല. എനിക്കാണോ അതിനൊരു സമയം ഉണ്ടെന്നാണോ? ഉണ്ടായിണ്ടല്ലോ. അത് വലുതാവണില്ല വേണം. അത് അത്രയ്ക്ക് ഉണ്ടാവും, വലുതാവണമെന്നായിരിക്കും. ചെറിയ ടൈപ്പ് ഉണ്ട് വലുതാവുക. ഈ ഇതിപ്പോ പുളി ഉണ്ടായിട്ടുണ്ടാ? പുളിയിലായിട്ടില്ല, ഞാൽപ്പഴം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൽപ്പഴം ഉണ്ടായിട്ടില്ല. കായുള്ളോ ഈ തെങ്ങുമ്പോ തേങ്ങ 3-4 ഉണ്ടായി വരണല്ലോ. ഒന്നും കഴിക്കില്ല. മറ്റേതാണെങ്കിൽ പാകമായിട്ടുണ്ടല്ലോ. ഇവിടെ ഇത് കണ്ടിട്ടുണ്ടല്ലോ കരയാമ്പൂ. ഈ പക്ഷെ പ്രോസഡ് വർക്ക് നട്ടതാ കരയാമ്പൂ. ഈ കരയാമ്പൂ പ്രോസഡ് നട്ടതാ വന്നപ്പോ അപ്പൊ മേടിച്ച് കൊച്ച് നട്ടുള്ളതിനുണ്ട്. ഇതുമ്പോ കൊറേ തേങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ. നാളികാരുണ്ടായിട്ട് തെങ്ങിതൊന്നല്ല പിടിക്കാ കരിക്കിന്റെ ഒക്കെ ഒറ്റ കരിക്കില്ലല്ലേ? 10-15 കൊലുണ്ടാവണ തെങ്ങാവ്. അത് തെങ്ങ് കയറാൻ വരുമ്പോ കോഞ്ഞാറ്റും കൊമ്പൊക്കെ മേടിച്ചു വൃത്തിയാക്കണ. അതിനുള്ളിലൊക്കെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. കൊമ്പഞ്ചിന്റെ രസം വന്നിട്ടുണ്ടേന്. മാവുണ്ടല്ലോ, അത് പുതിയ നട്ടതാ? അത് 2-3 കൊല്ലമുണ്ട്. പക്ഷെ അത് വളർച്ചയില്ലേ, വെയിലില്ലാതെ തെങ്ങിന് കൊമ്പഞ്ചിന്റെ വന്ന രോഗമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കുടിക്കുക. അതിനാണ് ആളുകാരൊക്കെ അങ്ങനെ ചുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലെ നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള ഒരു തോട്ടം എല്ലാ വർഷം വരുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ പേരുകളും അറിയില്ല. കഴിഞ്ഞ വർഷം വന്നു കഴിയുമ്പോൾ ചേട്ടനുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചേട്ടനില്ല കേട്ടോ. അവർ വെക്കേഷന് പോയേക്കാം. ഇനിയിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരുകളൊന്നും നമുക്ക് എപ്പോഴും കാണുന്നതുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ഫ്രൂട്ട്സുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പേരുകൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷേ അതൊക്കെ മറന്നുപോയി. അവിടെ ലൂബിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് എണ്ണത്തിൻ്റെ ഇതൊക്കെ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടിയിട്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ചേട്ടനാണ് ഇവിടെ നോക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്കാണ് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കാൻ തോന്നും. ഇവിടെ ഇനി പുല്ല് ചെത്താനുണ്ടല്ലോ. ഈ ചെത്തണില്ലേ? അപ്പോൾ കുറേ സ്ഥലത്ത് പുല്ല് ചെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലത്തും കൂടി പുല്ല് ചെത്താനുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് പുല്ല് ചെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണ് കണ്ട ചുമന്ന മണ്ണാണ്. ഞങ്ങളുടെ പോത്തിച്ചേരിലെ മണ്ണ് മറ്റേ കറുത്ത മണ്ണാണ്. അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് മുരിങ്ങക്കായ അങ്ങനെ ഉണ്ടാവാറ്. കൊമ്പിനൊന്ന് ഭംഗി വെട്ടി നിർത്തണ്ടേ? ഞാനത് പിടിച്ച് കെട്ടാനാ വിലള്ളത് പറഞ്ഞിട്ട് കെട്ടി വെക്കണം. 1.5 കൊല്ലം കുറവാ. നമുക്കൊരു നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പഴുത്തിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കാണ് അത് അമ്മ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി ഇങ്ങനെ അരിഞ്ഞിട്ട് മുളക് ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോ അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവായിരിക്കും. കഴിഞ്ഞ നാരങ്ങ കുറവാ. കാരണം വലിയ കണ്ടമാനം മൊന്ത പിടിച്ചപ്പോഴൊന്ന് കിട്ടി. ഇവിടെ കണ്ടോരുണ്ടായി ഇതുപോലെ കണ്ടല്ലോ. എവിടെ നന്നായിട്ട് വലുതാവും. ആ മൊന്ത പിടിച്ചിട്ട് ഇവിടെ ഈ മാവിനെ ഒക്കെ വന്ന് വ്യാപിച്ചപ്പോ ഒന്ന് വെട്ടിയതാ. അപ്പൊ 1 കൊല്ലം അവര് പിന്നാക്കം നോക്കും. ഇനിയിപ്പോ രണ്ടാമത് അടുത്ത കൊല്ലത്തിന് നിറച്ച് കാര്യവും. ഇതിന്റെ ഇലക്ക് നല്ല മണമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വേപ്പില കട്ടി ഉണ്ടാക്കുമ്പോ ഇടാൻ വേണ്ടിട്ട് നല്ല ഇതാ. നല്ല മണമുണ്ട്. മണം കായ മാത്രം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം വെട്ടി നിർത്തിയുള്ളൂ. അതിന്റെ ഉള്ളിലുണ്ടല്ലോ ഇതിനുള്ളിലുണ്ടോ? അല്ല നോക്ക് വീട്ടിലുണ്ടാവാൻ വേണ്ടിട്ട് കണ്ടോ. അടുത്ത കൊല്ലത്തിന് നോക്കിയാൽ ഉണ്ടാവാൻ തിരക്കൂട്ടി കൊടുക്കണുണ്ടോ? 4 അത് ആ ചില്ല വെട്ടിയാൽ കുറച്ച് കുറഞ്ഞു. എനിക്ക് 4 ഉണ്ട്. ആ പുളിയുറുമ്പ് കുറച്ച് ഫംഗസ് തിന്നും. ഈ പുളിയുറുമ്പിന്റെ കുറച്ച് തിന്നും. എന്നാലും അവർക്ക് ഭയങ്കര രോഗം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഫംഗസ്. വൈദ്യനിയമം തൈരുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നീരൂറ്റി കുടിച്ച് ഇല്ലാണ്ട് ഒക്കെ അതൊന്നും പറഞ്ഞുള്ളത്. ചില കേസ് പഴങ്ങളൊന്ന വേഗം വരുന്നത് മുള്ളാത്ത കിലോന്റെ ചക്ക ഉണ്ടാവാറ്. 1 കിലോ ഉണ്ടാവും.
അത്ര ടേസ്റ്റ് പറ്റിയത്. രണ്ട് പടവും ഞാൻ തിന്നുന്നുണ്ട്. ഭയങ്കര വലിപ്പുണ്ടാവണത് കുളിർന്നും അത് അങ്ങനത്തെ സാധനത്തിന് മുഴുവൻ കൂടുള്ളൂ. കാരണം വലിയ ഇലയില്ല. അത് അതിന് കഴുകി ഓറിട്ടേക്കണം. അതിന് ഫംഗസ് വരുന്നുണ്ടോ? കഴുകി ഓറിയിട്ട് വെച്ച പിന്നെ ഫംഗസ് വരില്ലേ? പൊടി കളയണം. അത് രോഗം. പൊടി കളഞ്ഞ പിന്നെ വരില്ലേ? പിന്നെ വരില്ല. മരുന്നൊക്കെ അടിക്കാണ്ടായിനെ തിന്നണത്. അപ്പൊ ഇത് തുടച്ച് കളഞ്ഞിട്ട് നമ്മള് കവറിട്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇതാണോ കിൻഡൽ പേരക്കാന്ന് പറഞ്ഞേ? ഇതൊക്കെ കിൻഡൽ പേരക്ക. ഇത് നാടനാ. ഇത് വലിയ പേരക്ക കിട്ടിയതെങ്കിൽ അമ്മ പറയാറുള്ളത് അത് ഈ പേരക്കിനല്ലേ? ഇത് നമ്മുടെ കിൻഡൽ പേരക്കേട്ട. ഇത് ഈ വർഷമാണ് ആദ്യമായിട്ട് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഈ പ്രാവശ്യം നമ്മുടെ ഈ സീന്തപ്പഴം വന്നേ ഇപ്പോ അതുമേ ഉണ്ടായിരുന്നു പറഞ്ഞു. ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സീന്തപ്പഴത്തിന് പറയാ എവിടെയാ? ഏതാ? ഇതാ അപ്പൊ അതിനടുത്ത് നിക്കണേന് ഇതിനും കിട്ടിയേക്കണത്. അപ്പൊ എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും മരുന്ന് ചിലപ്പോ ചെയ്യണായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോട്ടാ. കഴിഞ്ഞ വർഷം ഇവിടെ ഫംഗസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഈ വർഷം ആദ്യമായിട്ടാണോ സീന്തപ്പഴം ഉണ്ടായത്? വെച്ചപ്പോ ചെറിയ തയ്യായിരുന്ന. പെട്ടെന്ന് വലുതാവൂലല്ലേ ഇത്? അപ്പൊ ഇത് ഈ വർഷം ആദ്യമായിട്ടാണ് ഈ സീന്തപ്പഴത്തുമേ ഉണ്ടായത്. കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് നിൽക്കണ നമ്മുടെ കിൻഡൽ പേരക്ക ഉണ്ടല്ലോ, അതുമേ ഈ വർഷമാണ് ഫംഗസ് വന്നിരിക്കുന്നത്. ഇതുമേന്ന് അങ്ങോട്ട് ഫംഗസ് ഇങ്ങോട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇത് തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് കവറിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നന്നായിട്ട് ഇതിന്റെ ഒരു ഫംഗസ് ഇതിന്റെ ഉള്ളിൽ എന്തൊരു ചെറിയൊരു പ്രാണി ഉണ്ട് കേട്ടോ. അത് വരുമ്പോ തന്നെ ഇതുമേ തുടച്ചു കളഞ്ഞാ മതി. ഇതമേ ഒരു വെള്ള കളറിലെ ഒരു പൊടിയാണ് കേട്ടോ. അത് നമുക്ക് നോക്കുമ്പോ നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ എന്തോ ഒരു വെളുത്തിട്ടൊരു പ്രാണി ഉണ്ട് അതിന്. ഇത് ഞാവൽപ്പഴല്ലേ? ഈ മുരിങ്ങ കൊറേ പൊക്കത്തിൽ പോയിട്ട് നമുക്ക് വെട്ടി നിർത്തിയാലോ? ഇത് എന്തിനാ മുകളിലേക്ക് പോയിട്ട് ഒടിഞ്ഞു വീഴോ? ഇല എടുക്കാം നമുക്ക്. ഇന്ന് എടുത്താലോ അല്ല? ആ കൊമ്പ് ഒടിച്ചാലോ നമുക്ക്? അത് മുകളിലേക്ക് പോണ്ട. മുകളിലേക്ക് പോയാൽ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ. അല്ല കത്തിരി വെച്ച് കട്ട് ചെയ്തെടുക്കണ്ടേ? കട്ട് ചെയ്തെടുക്ക. അപ്പം ഇത് ഒരു മുരിങ്ങ അതായത് ഏറ്റവും മുകളിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ പറയാം മുകളിലേക്ക്. ഇവിടെ കുറേ മുരിങ്ങ ഉണ്ട് കേട്ടോ. അത് ഒരു മുരിങ്ങ അവിടെ നിൽക്കണം. നോക്കിക്കേ, ഇവിടെ നന്നായിട്ട് മുരിങ്ങ ഉണ്ടാവും. ചക്ക കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന് പറയണേ. അപ്പം ഈ മുരിങ്ങനെ വെട്ടാൻ വേണ്ടി പറയാം. ബബ്ലൂസ് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാരണം ഇത് കുറേ മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. നമുക്ക് അതിൻ്റെ ഇലയൊന്നും പറിക്കാൻ പറ്റില്ലല്ലോ. വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതെ, ആ ചേട്ടൻ അതിനെ വെട്ടണുണ്ട് കൊമ്പിന്. ഇതധികം പ്രായമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഈ മുരിങ്ങാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എവിടെയെങ്കിലും. പെട്ടെന്ന് മുകളിലേക്ക് പോണ്ട്. എന്തായിരുന്നല്ല അതിൻ്റെ ഇല നമുക്ക് കുറേ ഉണ്ട്. നല്ല കിളുന്ത ഇലയാ. അടിപൊളി. ഇത് നമ്മൾ തോരൻ വയ്ക്കും. എപ്പോഴും പേരക്ക ഉണ്ടാവാറുണ്ടല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ കുറേ പേരക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷവും പേരക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോൾ ചേട്ടൻ കുറച്ച് 2 പേരക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ചുമന്ന കുരുവായിട്ടുള്ള പേരക്കേട്ട. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ പേരക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2 എടുത്തിട്ട്
എൻ്റെ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫ്ലൈറ്റിൽ തന്നെ ഇട്ടു. കാരണം അന്ന് കുഞ്ഞ് ഫ്ലൈറ്റിൽ തന്നെയല്ല, കയ്യിൽ പിടിച്ചിരുന്ന ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് പേരൊക്കെയായതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ പട്ടീനെയും കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പേരയ്ക്ക അന്ന് പറിച്ചിട്ടിട്ട് ഇരുന്നിട്ട് ഇത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നല്ല മണമായിരുന്നു. കുഞ്ഞു പേരയ്ക്ക, 2 കുഞ്ഞു പേരയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ പട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും വന്ന് നിന്നത് പോലീസുകാരെ നോക്കാൻ വേണ്ടിയിട്ട് പട്ടീനെ കൊണ്ട് വന്നതാ. പേരയ്ക്കയുടെ മണം കണ്ടിട്ട് ഞാൻ ഹാൻഡ് ബാഗിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് ജസ്റ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഇങ്ങനെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ താഴത്തേക്കാണ് ബാഗ് ഇരുന്നില്ല. മണം പട്ടിക്ക് നന്നായിട്ട് കിട്ടി. പട്ടി വേഗം വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു. പിന്നെ പോലീസുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും കയ്യിലുണ്ടോന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പേരയ്ക്കയുടെ കാര്യം ഓർക്കുന്നത്. എന്നിട്ട് പേരയ്ക്ക എടുത്തു. എന്നിട്ട് അയാൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് എന്താണ് നല്ല ചെക്കിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 2 വർഷം വരെ ഇനി നമ്മൾ പോകുമ്പോൾ അവരെപ്പോഴും നമ്മളെ ലഗേജൊക്കെ ചെക്ക് ചെയ്യാൻ തോന്നുന്നു. അത് ഈ പേരയ്ക്കായിരുന്നു. ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. പക്ഷേ പേരയ്ക്ക് ഞാൻ അത്രയ്ക്ക് തന്നെ കാര്യമൊന്നും അയക്കൊന്നുമില്ല. ബാഗിൽ കിടന്നിരുന്നു. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് 2 കൂടെ എടുത്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ ബാക്കി 2 ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് പിടിച്ചത്. എൻ്റെ ഫോട്ടോ ഒക്കെ, എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ അവിടെ JFK എയർപോർട്ടിലൊക്കെ ഭയങ്കര ചെക്കിങ്ങാണ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ പോകുമ്പോഴും നമ്മുടെ ലഗേജൊക്കെ അവർ ചെക്ക് ചെയ്യും. അത് ഒരു കുഴപ്പമുണ്ട്. അത് ഇതുമ്മ പഴുത്തതുണ്ടായി. അപ്പോൾ അതാ ഇവിടെ ഈ പേരയ്ക്ക് മൂത്തണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അധികം മൂത്തട്ടില്ലല്ലോ, ഉള്ളു പഴുത്തുണ്ടാവും അല്ലേ? ഇന്നലെ പറിച്ചു കൊണ്ടുവന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇത് കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഈ ചേട്ടൻ എപ്പോഴും. ഓ, അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെ ഒരു ചട്ട വെച്ച് കെട്ടിച്ച് അതിന്റെ മീത് പറയായിരുന്നു. ഇന്നലെ വലിയ എത്ര പേരൊക്കെയായിരുന്നു, വലിയ പേരൊക്കെയായിരുന്നു. അത് ഞാൻ പ്രത്യേകം നിർത്തിയത്. വലിയൊരു പേരക്കായ ഇന്നലെ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ എപ്പോഴും പറിച്ചു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് അമ്മയുടെ കൊണ്ടുവന്ന് കൊടുക്കും. ചേട്ടൻ ഇഷ്ടല്ലേ പേരക്കായ്ക്കുന്നത്? പേരക്കയ്ക്ക് കുരുവള്ളാനാ ചേട്ടന് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ കഴിച്ചോട്ടേട്ടാ. മൂത്തിട്ടുള്ളൂ, പഴുത്തിട്ടില്ല. മധുരമുണ്ട്, ഉള്ളിലെ കുരു. കുരു പഴുക്കണ്ട്, അധികം പഴുത്തല്ല. ചവർക്കുണ്ടല്ലോ, അതുണ്ട് തൊണ്ടിന്. പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല മധുരമുണ്ട്. ഇത് ഞാൻ എന്തായാലും ഇനി പറിക്കുന്നില്ല. അത് ഇനി പഴുക്കട്ടെ. പിന്നെ ഇവിടെ നാരകം ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷം വരുമ്പോൾ കാണുന്നുണ്ടോ? പിന്നെ ഇവിടെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതെന്ത് നാരങ്ങയാ? കൽക്കട്ട. വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ പറ്റിയ ഓറഞ്ചിന്റെ പോലത്തെ നാരങ്ങ. എനിക്ക് ഞാൻ എല്ലാ വർഷം വരുമ്പോൾ ഈ പേരേമയും എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഈ നാരകത്തും എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിന് കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, പഴുത്തതൊക്കെ ഉണ്ട്. പറക്കിട്ടോ. അപ്പൊ ഇതുമ്മ പഴുത്ത് നിൽക്കണുണ്ട്. അയ്യോ, അപ്പൊ തന്നെ വീണട്ടാ. ശരിക്കും നല്ല നാരങ്ങ കേട്ടോ. അതിന് പിഴിഞ്ഞ് കുടിച്ചിട്ട് പറയാം. ഞാൻ ഇതേപോലെ ഇങ്ങനെ പഴുത്തത് എനിക്ക് കിട്ടിയില്ല. ശരിക്കും പഴുക്കുമ്പോൾ ഓറഞ്ചിന്റെ പോലെ ആയിരിക്കും. പിന്നെ നാട്ടിലുള്ളവരോട് ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ കാണാത്തതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിലും ഇപ്പോൾ കണ്ടമാനം ഫ്രൂട്ട്സുകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം പഴുത്തിട്ടുള്ളത്. മെയിനാ എപ്പോഴും പഴുതാറുണ്ട് കേട്ടാ. ഈ സമയത്ത് ഉണ്ടാവണത്. ഈ സമയത്ത് ഉണ്ടാവുന്നത് പഴുത്താനും കിട്ടോ? ഇത് കിളി പറിക്കോ? ഇത് മാത്രം കിളി നാരങ്ങ മാത്രം. എന്തും മണം അതിന്. ഓ, ശരിക്കും നമ്മളൊരു ഓറഞ്ചിന്റെ ഒക്കെ മണാണ്ട് അതിനെ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ടേസ്റ്റ് കുറച്ച് പുളി കൂടുതലാണ്, കാൽസ്യം കൂടുതലാണ്. ഇവിടെ പുളി പാടില്ല, നല്ല മധുരമുള്ള സാധനം നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് പഞ്ചസാര കിട്ടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കഴിക്കാനേ. എന്നാലും ഈ ഉപ്പിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പോൾസന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണത്. പോൾസന്റെ എപ്പോഴും പറിക്കാറുണ്ട്. ഏതിപ്പോ കൊറേ പേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എപ്പോഴും ഉണ്ടാവണുണ്ടല്ലോ. സമയത്ത് കണ്ടമാനുണ്ടായി വന്നത് ഫുള്ള് പേരക്കായി കിടന്നു. പൊട്ടിച്ചാണ്ട് ത്രിബിളത്തിന്റെ അടിയിലാണ് കിളി കൊത്തി കിടക്കണം. ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നോണല്ലേ? എന്നിട്ട് കളറ് മഞ്ഞയാ ഇതിന്റെ ഉള്ളില്. ഇതാണ് ശരിക്കുള്ളത്. അല്ല, പല കളറുകൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ. അല്ലല്ല, ഇതിന്റെ ഉള്ളില് വേറെ കളറുകൾ ഉണ്ടാവും. വെറും വെള്ളേ, ഉള്ളു വെള്ളയുള്ളതാ.
ഇതിനുള്ളിൽ മഞ്ഞ 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 അവിടെ വേറെ ഒരെണ്ണോടെ ഉണ്ടായിട്ട് കണ്ടല്ലേ അതിന്റെ ഉള്ളിലാണോ അല്ലേ ആ സൈഡില് ഇവിടെ വെയില് കിട്ടി വെച്ചേക്കല്ലോ ചേട്ടാ ഇതിന്റെ ഉള്ളിൽ വേറെ ഒരെണ്ണോടെ ഉണ്ടായല്ലോ എവിടെ അത് പഴുത്തിട്ടുണ്ട് പൊട്ടിക്കല്ല ആ പൊട്ടിച്ചോ ഇത് നല്ല പാകമായിട്ടുണ്ട് ഇപ്പുറത്ത് എനിക്ക് രണ്ടെണ്ണം കിട്ടി ഇത് മതന്നെ പുളിയില്ലാത്തതല്ല ഇത് പടർന്നു കയറാനാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു വേപ്പ് കയറി പോയിട്ടുണ്ടല്ലോ ഇതിവിടെ തറവാട്ടിന്ന് പറിച്ചതാട്ടാ ഇതിപ്പോ കൊറേ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് അല്ലെങ്കിൽ ഈ സാധനം എല്ലായിടത്തും നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നു ഇവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടാ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടമാനം പുളി ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ സാധനം വന്നിങ്ങനെ പടർന്നു കയറി പിടിച്ചിട്ട് ഇപ്പൊ അതൊന്നും പുളി ഉണ്ടാവണില്ല ഒരെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഒരെണ്ണം അധികം പഴുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്കേ പ്ലാവുമ്മ ചക്കി ഉണ്ടായിട്ടുണ്ട് അയൂർ ചക്ക എന്ന് പറഞ്ഞിട്ട് ചക്ക ഉണ്ടല്ലോ ചെറിയ പ്ലാവ് അവിടെ ഫ്രണ്ടിലുണ്ട് അതുമ്മ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വർഷം ഉണ്ടായിട്ടില്ല ഇവിടെ ബാക്കിലൊരു പ്ലാവുണ്ട് അതുമ്മ കുറെ ഉണ്ടായിട്ടുണ്ട് അവരുടെ അങ്ങനെ മുള്ള് പരന്നിട്ടുണ്ട് കളർ മാറിയിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മൂക്കാത്ത പോലെ ഇരിക്കുന്നത് എനിക്ക് അയൂർ ചക്ക ഇങ്ങനെ അധികം വലിപ്പം വെക്കില്ല അപ്പൊ അതുകൊണ്ട് അത് പറിച്ച് നോക്കാന്ന് പറഞ്ഞു അമ്മ അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒന്ന് പറിച്ചിട്ട് വരാം ഇതെന്ത് പറയാന്ന് പറഞ്ഞൂടാ റംബൂട്ടാനാന്ന് പറഞ്ഞല്ലേ പിന്നെ അവിടെ ഒരു ആവക്കാട മരം നിൽക്കുന്നുണ്ട് അത് ഭയങ്കര വലിയ മര കണ്ടുണ്ട പിന്നെ അവിടെ ഒരു ആവക്കാട മരം നിൽക്കുന്നുണ്ട് അത് ഭയങ്കര വലിയ മരാട്ടാ കഴിഞ്ഞ വർഷം വന്നപ്പോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻ പൂട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മോതിരവളയെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാത്ത സാധനങ്ങളുമേ ഉണ്ടാവുമെന്ന് അപ്പൊ പോൾസേട്ടൻ അതിന്റെ ലിങ്ക് എടുത്തിട്ട് ചേട്ടന് പൊടി ഇല്ലാന്ന് പറയാം വെക്കേഷൻ പോയിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവര് വരുമ്പോ അതിന്റെ മോതിരവളയെ ഇടായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാവ് ഇത് കൊറേ ചക്കി ഉണ്ടായിട്ടുണ്ട് എന്തോരം ചക്കി ഉണ്ടായിരുന്നു കൊറേ ഒരു കണക്കില്ലാണ്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ പ്ലാവ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല എനിക്ക് പക്ഷെ ഇങ്ങനത്തെ പ്ലാവ് നമ്മുടെ ഈ പണ്ടത്തെ നാടൻ പ്ലാവിന്റെ പോലെ അത്രയ്ക്ക് കാലം നിൽക്കുമെന്ന് തോന്നല്ലേ എനിക്കറിയില്ലടാ അപ്പൊ എന്തായിരുന്നാലും ഇവിടെ വരുന്ന നമ്മള് മുള്ളൊക്കെ പരന്നിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ചക്ക ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു സാധാരണ നമുക്ക് വലിയ പ്ലാവുള്ള എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ചക്ക ഈ പ്രാവശ്യം നമ്മള് ചക്ക മുറിച്ചെടുക്കണത് എങ്ങനെയാണോ ഇതിന്റെ തണ്ടിന് നല്ല ഇത് അവിടെ ചേട്ടൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന അമ്മേ ഓക്കെ ശരിക്കും നമ്മള് കടച്ചക്കയുടെ പോലെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ കളർ കണ്ടില്ലേ അപ്പൊ അതിന്റെ മുള്ളില് നന്നായിട്ട് പരന്നിട്ടുണ്ട് എനിക്കാണത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോ പഴുക്കും തോന്നണേ അതേപോലെയാണ് അത് ഇരിക്കുന്നത് പക്ഷെ വലിപ്പം കണ്ടിട്ടുള്ളത് നമുക്ക് ഒന്നും തോന്നില്ല ഇത് പറഞ്ഞോടി ഉണ്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട് എത്ര ഉണ്ടായിക്കണേ ഈ കാണാൻ വലിയ മരം ഉണ്ടല്ലോ ആ മരമാണ് നമ്മുടെ ആവക്കാട മരം എനിക്ക് തോന്നണില്ല നമ്മുടെ കേരളത്തിൽ ഇത്രയ്ക്ക് വലിയ ആവക്കാട മരം ആരെങ്കിലും വീട്ടില് ഉണ്ടാവുന്നു തെങ്ങിന്റെ മുകളില് തെങ്ങിന്റെ മുകളിൽ മുട്ടിയിട്ടാ നിൽക്കുന്നുണ്ട് കണ്ടാ ഇതുമെങ്ങനെ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ഉണ്ടാവും